ഓരോരുത്തർക്കും അത്തരത്തിലുള്ള ഒരു വാല്യൂ മാർക്കറ്റിലുണ്ടാവുമ്പോൾ അവർ ദേ വിൽ എക്സർട്ട് ദെയർ പവർ ഇൻ ദ ഇൻഡസ്ട്രി. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് ശരിക്കും അതിന് ഉത്തരവാദികളാരാണ്? ഈ പ്രേക്ഷകരാണ് ഈ താരങ്ങളെയും സൂപ്പർ താരങ്ങളെയും മെഗാ താരങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. എത്ര ചവറാണെങ്കിലും ഇത് പോയി കാണുന്ന ആദ്യ ദിവസം പോയി തിയേറ്ററിൽ ക്യൂ നിൽക്കുന്ന ആളുകളെയാണ് പറയേണ്ടത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡീജനറേഷൻ. മറ്റ് പല മേഖലകളിലുള്ള പോലെ തന്നെ ഇതൊരു 10-30 ദിവസത്തേക്കുള്ള കൂടിച്ചേരലും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്നിച്ച് താമസിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഒരു കമ്പസ്റ്റീവാണത്. അതൊരു ഇഷ്യൂ തന്നെയാണ്. ദർ ഈസ് മോർ ഇക്വാലിറ്റി ആൻഡ് ദർ ഈസ് മോർ റെസ്പെക്റ്റ് നീഡഡ് ഫ്രം ഈച്ച് അതർ. അത് ഇങ്ങനെ ഒരു ലീഗലി ഇങ്ങനെ ഒരു നിയമം വഴിയൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അങ്ങനെ അല്ലാതെ തന്നെയൊക്കെ വരേണ്ടതായിരുന്നു കലാകാരന്മാരുടെ ഒരു സംഘ പ്രവർത്തനത്തിൽ. സോ കേരളം പ്രത്യേകിച്ചും ഈ കാര്യത്തിനെക്കുറിച്ചൊക്കെ വളരെ കോൺഷ്യസും ആർട്ടിക്കുലേറ്റ് ആയതുകൊണ്ട് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇറ്റ് ഈസ് വേഴ്സ് ഐ എം ഷുവർ ഇൻ ലെറ്റ്സ് സേ തമിഴ് ഓർ തെലുഗു ഓർ എനിത്തിങ് എൽസ്. ഈ കലാകാരന്മാരുടെ ആക്ടേഴ്സിൻ്റെ സംഘടന തന്നെ ഇതിനോട് പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അവർ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു പലപ്പോഴും. അതെ, ഐ ടോട്ടലി അഗ്രി ദാറ്റ് ദേ ഷുഡ് ഹാവ് ബീൻ മോർ പോസിറ്റീവ്. കുറച്ചുകൂടി പ്രോ ആക്റ്റീവായിട്ട് അതിനെ സമീപിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. എല്ലാവരുടെയും ഡിസിഷനൊക്കെ ഒത്തുചേർന്ന് ഒരു സ്ട്രീം ലൈൻ ചെയ്ത് പുറത്ത് വരുന്ന ഒരു കാലതാമസം നേരിട്ടു. ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ റെസ്പോൺസ്, മച്ച് ക്വിക്കർ. ഒരു നിയമമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ലോ അങ്ങനെ എന്തെങ്കിലും രീതിയിലൂടെ ഇംപ്ലിമെൻറ്റ് നിയമം ഉണ്ടാവും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ദാറ്റ് വിൽ ബി എന്താ പറയുക, അതൊരു നിയമം തെറ്റിക്കാൻ കുറച്ച് പേരെങ്കിലും അത് വിലക്കും. ബട്ട് ബേസിക്കലി ഒരു കോൺഷ്യൻറ്റൈസേഷനാണ് ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇതിനുവേണ്ടി ബോധവാനാവണം. എന്തുകൊണ്ടത് ചെയ്തുകൂടാന്നുള്ളത് മനസ്സിൽ കയറിയില്ലെങ്കിൽ നമ്മളൊരു ഗിവൻ ഓപ്പർച്യൂണിറ്റിയിൽ എല്ലാവരും അത് ചെയ്യില്ലേ? ആ കോൺഷ്യൻറ്റൈസേഷൻ ആവശ്യമാണ്, ആ സെൻസിറ്റീവൈസേഷൻ ആവശ്യമാണ്. ഓരോരുത്തരുടെയും സ്പേസസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആസ് എ സമൂഹം നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഫിലിം മേക്കിംഗ് ആസ് കുറച്ചുകൂടി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും നമ്മളെ സമൂഹം ശ്രദ്ധിക്കുന്ന ആൾക്കാരെന്ന രീതിയിലും നമ്മളെ മോഡൽ ചെയ്യുന്ന ആൾക്കാരെന്ന രീതിയിലും നമ്മൾ കുറേ കൂടുതൽ കോൺഷ്യസ് ആയിരുന്നു. ഇല്ല, പക്ഷേ ഇത് നിയമം ഒരു ലാസ്റ്റിംഗ് സൊല്യൂഷൻ അല്ല. നിയമമൊന്നും ലാസ്റ്റിംഗ് സൊല്യൂഷൻ അല്ല. ഈ പറഞ്ഞ പോലെ ബോധവാന്മാരാവുക, അതിൻ്റെ ആളുകളെ ആ നിലയിലേക്ക് ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു വഴി. ഇറ്റ് മേ ബി എ സ്ലോ പ്രോസസ് ഓൾസോ. പക്ഷേ ഡയറക്ടേഴ്സിൻ്റെ യൂണിയൻസ് അത് ഡിസ്കസ് ചെയ്യാറുണ്ടോ ഇതിൻ്റെ രീതിയിൽ? ഞാൻ യൂണിയൻ്റെ ആക്ടിവിറ്റീസിൽ വലിയ ഇൻവോൾവ് അല്ല. ഐ എം എ മെമ്പർ, ബട്ട് ഐ എം നോട്ട്. ഇല്ല, ഞാനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ അതിൽ ഇൻവോൾവ് അല്ല. ഒരു മീറ്റിങ്ങിന് ഞാൻ പോയിട്ടില്ലാത്ത ആളാണ്. ചോദിച്ചിട്ടൊരു തുടർച്ച മലയാള സിനിമയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനം പല ഗ്രൂപ്പുകളുടെയും പല സംഘങ്ങളുടെയും ഒരു പവർ പവർ ഗ്യാങ്ങോ വാട്ട് വാസ് ദാറ്റ്? പവർ ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പാണ് എന്നുള്ളതാണ്. ഒരുപാട് കഴിവുള്ള പുതിയ ചലച്ചിത്രകാരന്മാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായും ശ്രദ്ധിക്കാം. Of course. I don't want to name names because പല പേരുകളും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ നിൽക്കുന്നില്ല. പുതിയ ആൾക്കാരിൽ ഒരുപാട് പേരുണ്ട്. എനിക്ക് തൊട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ എന്നുള്ള ആൾക്കാരും ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീഡിയത്തിൻ്റെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അവരെല്ലാം. അത് I don't want to name any particular person, but there are several. അല്ല, ഗോൾഡൻ പീരീഡ് എന്നുള്ള ഓരോ കാലത്തിലും അതിൻ്റേതായിട്ടുള്ള പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക്, ഇപ്പോഴത്തെ ഒരു സാങ്കേതിക സൗകര്യങ്ങൾക്കും വിപണനത്തിൻ്റെ അവസ്ഥകൾക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള വേറൊരു മോൾഡ് ഉണ്ടായിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഒരു 20-25 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രം എടുത്തു നോക്കി ഏറ്റവും വലിയ മാറ്റം പ്രകടമായിരിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങളിലാണെന്ന് പറയാറുണ്ട്. മലയാളി മെയിൽ ആക്ടർ അല്ലെങ്കിൽ മെയിൽ ക്യാരക്ടേഴ്സ് ഒരു 20 വർഷം മുന്നേ എവിടെയായിരുന്നു, ഏകദേശം അവിടെയൊക്കെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു മെജോറിറ്റി ഓഫ് സിനിമകളിലും ആ ഒരു മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഐ അഗ്രി വിത്ത് യു പാർഷ്യലി, ബട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ സിനിമയുടെ ഈ ന്യൂ ജനറേഷൻ സിനിമയുടെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കുറേ കൺവെൻഷണൽ ആയിട്ടുള്ള മോറലിസ്റ്റിക് ആയിട്ടുള്ള
കുറേ ഫോർമുലകളെ അത് മാറ്റിപ്പണിതു എന്നുള്ളതാണ്. നായകൻ്റെ ഒരു ചിത്രീകരണം തന്നെയും വളരെയധികം മാറി. ഈ സദ്ഗുണസമ്പന്നനായ നായകനും എല്ലാ ദുർഗുണങ്ങളുടെയും ഒരു ഇരിപ്പിടമായിട്ടുള്ള പ്രതിനായകനൊന്നും ഇല്ല. എല്ലാവരിലും അതൊരു വണ്ടർഫുൾ അച്ചീവ്മെൻ്റാണ് ഫോർ ദ മോഡേൺ മൂവി, മോഡേൺ സെൻസിബിലിറ്റി. കാരണം അതാണ് മനുഷ്യനെ മനസ്സിലാക്കുന്നതിൻ്റെ തുടക്കം. അതാണ് യഥാർത്ഥത്തിൽ ആർട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അതിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മാമൂലുകളെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി വുമൻസ് റോൾ ഇൻ ഫാമിലി ആൻഡ് സൊസൈറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി തീർച്ചയായും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തുടക്കമിട്ട ആളെന്നുള്ള രീതിയിൽ ശ്യാമപ്രസാദ് എന്ന ചലച്ചിത്രകാരന് ഒരു വലിയ റോൾ ഉണ്ടെന്ന് നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ ഇതുപോലെ മാറിയ സ്ത്രീ കഥാപാത്രങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മുൻപ് ശ്യാമപ്രസാദ് മൂവികളിലെ അത്രയും സ്വീകരിക്കപ്പെടാതിരുന്ന ഹീറോയിൻസിലാണ് അതിൻ്റെയൊക്കെ ഒരു തുടക്കമെന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ ടു മേക്ക് എൻ ഒപ്പീനിയൻ ഓൺ ദാറ്റ്. അത് പറഞ്ഞ പോലെ ക്രിറ്റിക്സും ഹിസ്റ്റോറിയൻസും ഒക്കെ തീരുമാനിക്കട്ടെ. ഞാൻ എൻ്റെ വൈയക്തികമായൊരു ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം സംസാരിച്ചത്. സപ്പോർട്ടഡ് ബൈ ഗ്രേറ്റ് റൈറ്റേഴ്സ് ഓൺ ഹൂസ് വർക്ക്സ് ദറ്റ് ഐ ബേസ്ഡ് ഇറ്റ് ഓൺ. അപ്പോൾ അത് തീർച്ചയായും ലാസ്റ്റിംഗ് ആയൊരു മാറ്റം ഉണ്ടെങ്കിൽ ഐ എം മോർ ദാൻ ഹാപ്പി. അതാണ് നമ്മൾ കാണേണ്ടത്. കൂടുതൽ മനുഷ്യനെ അവൻ്റെ ആകത്തുകയിൽ, അവൻ്റെ കോംപ്ലക്സിറ്റിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കല. അതാണ് ഏറ്റവും ആധുനിക കലയുടെ ലക്ഷണം. അതിലേക്ക് സിനിമ എത്തുന്നുണ്ടെങ്കിൽ, മെയിൻ സ്ട്രീം സിനിമ എത്തുന്നുണ്ടെങ്കിൽ ഐ എം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. നേരത്തെ നമ്മൾ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഈ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും കൂടുതൽ ഫ്ലെക്സിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നവരുടെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലല്ല. ദേ ഡോണ്ട് ഹാവ് ഈ ദുശാഠ്യങ്ങളില്ലാത്തവരാണ്. നായകനായിട്ട് മാത്രം അഭിനയിക്കുക, അല്ലെങ്കിൽ ഒരു ക്യാമിയോ റോളിൽ വന്നു പോവുക, അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു റോളാണെങ്കിലും ഏറ്റവും നല്ല ആക്ടിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ന്യൂ ഏജ് ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും ചെയ്യുന്നത് ഡെഫിനറ്റ്ലി സ്മാർട്ടർ. അവർ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നന്നായി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു ലെഗസിയിൽ നിന്നുള്ള വലിയ വലിയ മാറ്റങ്ങളാണ്. അതിനോടൊപ്പം ഫിലിം മേക്കേഴ്സ് മാറി, നല്ല റൈറ്റേഴ്സ് വന്നു, പുതിയ ടെക്നോളജി വന്നു. പഴയ പോലെ സിനിമ എടുക്കുക എന്നുള്ളത് ഒരു ഫിലിം റോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനല്ല വീഡിയോ ക്യാമറ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അതിൻ്റെ മേക്കിങ്ങിൽ കുറച്ചുകൂടി ഒരു കംബ്രാഡറി വന്നു. ഇതിലൊക്കെ പലരും സംഘങ്ങളാണ്. സിനിമ ഉണ്ടാകുന്ന സംഘങ്ങളിൽ നിന്നുള്ളതാണ്. ഒരു നാടക പ്രവർത്തനം പോലുള്ള പരിപാടിയാണ്. സോ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ മേക്കിംഗ് യൂസ് ഓഫ് ഇറ്റ്. ഡെഫിനറ്റ്ലി കണ്ടംപററി ഫിലിം മേക്കേഴ്സിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഐ ഡോണ്ട് വാണ്ട് ടു നെയിം നെയിംസ്. ഞാൻ കഴിഞ്ഞ ഏതൊരു ഇൻ്റർവ്യൂവിൽ ചില പേരുകൾ പറഞ്ഞു, ചില പേരുകൾ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. പഴയ തലമുറയിൽ മാസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ മലയാളത്തിൽ മാസ്റ്റേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ളൊരു റോളുണ്ട്, അവരുടേതായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ കൂടെയുള്ള അടൂർ സാറായാലും അരവിന്ദനായാലും ഷാജേട്ടനായാലും തീർച്ചയായും ദേ പ്ലേഡ് എ റോൾ ഇൻ ഷേപ്പിംഗ് അപ്പ്. അവരെല്ലാം എന്നെ സംബന്ധിച്ചോളം വലിയ എന്താ പറയുക മാർഗദർശികളായിരുന്നു എക്കാലത്ത്. വൈ ഇസ് ഇറ്റ് ദാറ്റ് ഈ ആർട്ട് ഫിലിം മേക്കേഴ്സൊക്കെ മലയാളത്തിലെ ആർട്ട് സിനിമ പറയുമ്പോൾ അരവിന്ദനും അടൂറും ഷാജിയും വന്നിരിക്കുകയാണ്. KG ജോർജ് മാതിരി ഒരു മാസ്റ്ററെ ഒരിക്കലും പറയുന്നില്ല. വൈ ഇസ് ഇറ്റ് ദാറ്റ്? നേരത്തെ പറഞ്ഞ ഇഷ്യൂ ആണ്. ഹി കോംപ്രമൈസ്ഡ് ഓൺ ഹിസ് ഇൻറ്റഗ്രിറ്റി സോ മച്ച് ദാറ്റ് ഹി ഡൈല്യൂട്ടഡ് ഹിസ് ആർട്ട്. ഹി ഹിംസെൽഫ് സെഡ് ഇറ്റ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. വർത്ത്ലെസ് ആയിട്ടുള്ള കുറേ സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ നമ്മൾ സീരിയസ് ട്രൂ. പക്ഷേ നമ്മളൊരു ഓവറോളായിട്ടൊരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി നമ്മൾ കാണുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് കംസ് ഇൻ ടു ക്വസ്റ്റ്യൻ. അല്ല, ക്രിയേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ക്രിയേഷൻ ആണല്ലോ ക്രിയേറ്ററെ നമ്മൾ ഒരു ഏത് ലെവലിൽ വെക്കണം നമ്മൾ തീരുമാനിക്കുന്നത്. ആ ക്രിയേറ്റർ തന്നെ സ്വന്തം സൃഷ്ടികളെയും കർമ്മത്തെയും കുറിച്ച് ഇത്രേ കാണുന്നുള്ളൂ എങ്കിൽ ആസ് എൻ അനുവാചകൻ ഞാൻ എന്തിനത് കാണണം? അല്ല, ഒരുപക്ഷെ ഈ 70s 80s മലയാള ഓഡിയൻസ് ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ അതിപ്പോൾ ഇരകളാണെങ്കിൽ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. പക്ഷേ പ്രോബബിളി മെജോറിറ്റീസ് ഓഫ് ഹിസ് വർക്ക്സ് അങ്ങനെ പറയാൻ പറ്റില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഔട്ട്സൈഡ് മലയാള തങ്ങളെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആരാണ്? ധാരാളം പേര്, പുതിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. ലോട്ട് ഓഫ് ദം. എനിക്ക് ഒന്നാമത് പേരുകൾ പലതും ഞാൻ മിസ് ഔട്ട് ചെയ്യും, അതുകൊണ്ട് ഞാൻ പേര് പറയാത്തത്. So many. I'm a very eclectic in the taste in film and literature. But ഞാൻ എപ്പോഴും തിരിച്ചും മറിച്ചും കാണാൻ ആഗ്രഹിക്കുന്ന
സിനിമകൾ വുഡി ആലൻ്റെയാണ്. It gives me great pleasure in this depressive world. He shows us how to laugh at it. As films, ഫിലിമിൻ്റെ ഒരു മീഡിയം എന്നുള്ള രീതിയിൽ there are no great shakes. പക്ഷേ as documents of lives, they are so good. But absolute film making എന്നുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ Kieslowski is my favorite. He had been my stylistically ഞാനൊരു ഗുരു സ്ഥാനത്ത് കാണുന്നത് Kieslowskiയാണ്. ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഉപയോഗിക്കുന്ന രീതി, ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി, he is my, I mean, and there are so many other filmmakers. Yeah, Ray, of course, Satyajit Ray, his early films more. കേരളത്തിലെ ഈ വുമൺ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇത് എങ്ങനെയാണ്? ഒരുപാട് പേര് പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ. ഐ തിങ്ക് മോർ ആൻഡ് മോർ ഈ പറഞ്ഞ പോലെ വിമൻ ആസ് ഫിലിം മേക്കേഴ്സ് ആൻഡ് ആസ് പാർട്ട് ഓഫ് ദ ക്രൂ ഇന്ന് കുറേ കൂടി അക്സെപ്റ്റഡ് ആയി വരികയാണ്, വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ്. ഐ തിങ്ക് ദാറ്റ് വിൽ എന്താ പറയുക, കുറേ കൂടി സാനിറ്റൈസ്ഡ് ആക്കും ഈ ഒരു അന്തരീക്ഷം. അവർ പ്രൊഡക്ഷനിലും കോസ്റ്റ്യൂംസിലാണ് അധികം ഉള്ളത്, സിനിമാറ്റോഗ്രാഫേഴ്സും. നമ്മൾ പുറമേക്ക് പോയി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത റോളുകളിലൊക്കെയാണ് സ്ത്രീകൾ വരിക.